എൻ്റെ പൊന്നൂസിൻ്റെ സ്കൂളിൽ ബസ് കയറ്റി വിട്ട് വരുമ്പോഴാട്ടോ ഇതെൻ്റെ കണ്ണുപെട്ടത്. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ 50 രൂപയ്ക്ക് ഇത്രയും കണ്ടപ്പോൾ അത് മതിയാവുമെന്ന് വിചാരിച്ച് അത് വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നന്നായിട്ട് കഴുകി ഇതാ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിച്ചെടുക്കുകയാണോ അതോ ഇതിനെ കൊല്ലുകയാണോ എന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. എന്തായാലും ഈ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഷെല്ലിൽ നിന്ന് ഇതിൻ്റെ ഇറച്ചി മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതൊരു ടാസ്ക് ആയിരുന്നു. എന്നാൽ കൂടെ ഇത്രയും പോകുന്ന ഷെല്ലിൻ്റെ ഉള്ളിലാകെ ഇച്ചിരി പോകുന്ന ഇറച്ചി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ആകെ കിട്ടിയത് ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ഈ നിൽക്കുമ്പോൾ വരുന്ന ഈ കാട്ടുണ്ടല്ലോ, ഇതും കൂടി കളഞ്ഞാൽ പിന്നെ എത്ര ഉണ്ടാവുന്ന. എന്തായാലും എല്ലാവർക്കും ടേസ്റ്റ് നോക്കാനെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന. കുറേ മുന്നേ കേട്ടോ ഞാനും ആകാശനും കൂടി ഒന്ന് വടകരയിൽ പോയ സമയത്ത് അവിടുന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊരു ചേച്ചിമാർ നടത്തുന്നൊരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ഉപ്പേരി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഈ തോരൻ പോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയിൽ എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതെങ്ങനെയായിരുന്നു എന്ന് ഓർത്തെടുത്തിട്ട് ജസ്റ്റ് അന്ന് അതുപോലെ ആക്കാൻ നോക്കിയതാട്ടോ. ഇത് ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇച്ചിരി കുരുമുളക് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ഇത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കക്കയുണ്ടല്ലോ അതിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. കുറച്ച് അധികം വെളുത്തുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മൂത്ത് വന്നാൽ ബാക്കി ചെറിയുള്ളി കേട്ടോ, ആ ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം പോന്ന് വരുന്നു മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. കുരുമുളകിന് ഓൾറെഡി എരിവുണ്ടല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കക്കയുണ്ടല്ലോ, കക്കിറച്ചി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കും. നമ്മുടെ കക്കിറച്ചി വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തേങ്ങയുടെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഇതാ ഒരു തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകമില്ല അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ആ മിക്സ് നമ്മൾ വെന്ത് വന്നിട്ടുള്ള കക്കിറച്ചിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു മണം വരും. ആ മണം വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള കക്കിറച്ചിയുടെ പേരെന്താ പറയുകയെന്നറിയില്ല, ഉപ്പേരിയെന്നോ തോരന്നോ എന്ത് വേണമെങ്കിലും പറയാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. ഇതൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.